ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു സൗദിയിലെ ബസ്സിൽ പോവാൻ. ഇന്നായിരുന്നു ആ സമയം എത്തിയത്. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മൾ വണ്ടി നോക്കി ഇച്ചിരി ഡിലേ ആയിപ്പോയി. അങ്ങനെ നമ്മുടെ വണ്ടി അകാലങ്ങളിൽ നിന്ന് വരുന്ന നമ്മൾ കണ്ടു. അത് കണ്ടപ്പോൾ ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ്, ഇച്ചിരി സന്തോഷമൊക്കെ നിറഞ്ഞൊരു വികാരമായിരുന്നു എനിക്ക്. അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി തൊപ്പിയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ ഇച്ചിരി ഫ്രീക്കായി. പിന്നെ നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറി. നമ്മൾ ലുലുവിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലായിരുന്നു ഇറങ്ങാൻ ചെന്നത്. ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചിരിക്കുമായിരുന്നു. ആ ബസ് ഡ്രൈവർ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴിയാണ്. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പോകുന്നത്. ഇത്രയും മനോഹരമായ വഴി എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. ആ ബസ്സാണത് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ 2, 3, 4, 5 ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ പോകുന്നത് ലുലുവിൻ്റെ മെയിൻ കവാടങ്ങളിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ അകത്തൊക്കെ ചെന്നു. അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഒരു അങ്കിൾ എനിക്ക് ട്രയൽ ചെയ്യാനായിട്ടൊരു ബ്രെഡ് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ട്. പിന്നെ നമ്മൾ അവിടെ ഉള്ള ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ 2 സമൂസയും പിന്നെ ഒരു ചായയും. ഞാൻ ആ സമയത്ത് ടോയ്ലറ്റിൽ പോയി കേട്ടോ കൈ കഴുകാൻ. അപ്പോൾ എൻ്റെ ഫാദറാണ് ഇതെടുത്തത് എല്ലാ വീഡിയോസും. സോ അതിനുശേഷം എനിക്ക് വേണ്ടിയിട്ട് തന്നത് വാട്ടർമെലൺ ജ്യൂസായിരുന്നു. ഞാനത് കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുക്കുവാൻ നോക്കുമായിരുന്നു. അപ്പോഴത് പൊട്ടിക്കാനൊന്നും പറ്റിയില്ല. ഭയങ്കര ഇച്ചിരി പാടായിപ്പോയി. സോ പിന്നെ ഞാനെന്തോ ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ അത് എടുത്ത് വാപ്പച്ചിയുടെയൊക്കെ സഹായത്തോടെ ഞാനത് പൊട്ടിച്ച് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാട്ടർമെലൺ ജ്യൂസിനും സമൂസയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് ഫ്ലോറും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ നേരെ താഴോട്ടെത്തി. നമ്മുടെ ബസ്സിന് 6 മിനിറ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ മെയിൻ എൻട്രൻസിലൂടെ തന്നെയായിരുന്നു നമ്മൾ എക്സിറ്റ് പോയത്. നമ്മൾ അപ്പോഴേ പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്തായിരുന്നു നമ്മുടെ ബസ് വരുന്നത്. ബസ് സ്റ്റോപ്പാണേ അത്. അപ്പോൾ നമ്മൾ അതിലേക്കൂടെ പോകുമായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ നമ്മൾ ഇരിക്കാനായിട്ട് വിചാരിച്ചു. നമ്മൾ കുറച്ച് നേരം നിന്നു, പിന്നെ കുറച്ച് നേരം ഇരുന്നു. നമ്മുടെ ലുലുവിൻ്റെ മെയിൻ കവാടമാണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ദാണ്ടേ ഇതാണ് നമ്മുടെ ലുലുവിൻ്റെ മെയിൻ ഫുള്ള് വ്യൂ. നല്ല രസമാണ് ഇത്. ഓക്കെ. സോ നമ്മളങ്ങനെ പിന്നെയും ബസ്സിൻ്റെ അകത്തോട്ട് എത്തി. വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയതുകൊണ്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ ചെന്നപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ ഞാൻ പാപ്പച്ചിയുടെ സഹായത്തോടെ ചെന്ന് ഇരുന്നു. ഈ ബസ്സിൽ അങ്ങനെ ആൾക്കാർ വരാറില്ല. കാര്യം എല്ലാവർക്കും വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വരാറില്ല. അപ്പോൾ ഞാനാണെങ്കിൽ വാപ്പച്ചിയുടെ അടുത്തുള്ള ഒരു സീറ്റിലിരുന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ ഇച്ചിരി നേരം നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെയും 2, 3, 4, 5 ടാറ്റയും കൊടുത്ത് നമ്മുടെ അടുത്തുള്ള പുതിയ കടയിലൂടെ നമ്മൾ നടക്കുകയായിരുന്നു. നമ്മൾ നടന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ബസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ നടന്ന് അവസാനം നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് എത്തിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.